ഒരു മുംബൈയിലാണെങ്കിൽ അലീനയെ വിളിക്കുകയാണ് വൈജയന്തിയുടെ മുൻപിൽ വെച്ച് ബാലചന്ദ്രൻ എന്ന് നമുക്ക് കാണാൻ കഴിയും. വൈജയന്തിയെ ഒന്ന് പേടിപ്പിക്കണം, അവളെ ഒന്ന് സങ്കടപ്പെടുത്തണമെന്ന് വിചാരിച്ചു കൊണ്ടാണ് ബാലചന്ദ്രൻ ഈ കാര്യം ചെയ്യുന്നത് എന്നും കാണാൻ സാധിക്കും. ഒടുവിൽ ബാലചന്ദ്രൻ്റെ പദ്ധതി അത് ലക്ഷ്യം കാണുകയാണ്. വൈജയന്തിയെ പ്രകോപിപ്പിക്കാൻ ബാലചന്ദ്രന് കഴിയുന്നുണ്ട്. ബാലചന്ദ്രനാണെങ്കിൽ വൈജയന്തി ഇങ്ങനെ പ്രകോപിപ്പിക്കുന്നത് കണ്ട് നിൽക്കുകയാണ്. തുടർന്ന് പറയുകയാണ്, എനിക്ക് നിൻ്റെ കോപ്രായം കാണാനായിട്ട് സമയമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ താൻ ഇവിടെ നിന്ന് പോവുകയാണ്. നീ ഒറ്റയ്ക്ക് നിന്ന് കാണിച്ചോളാൻ പറഞ്ഞ് ബാലചന്ദ്രൻ പോകുന്നത് കാണാനായിട്ട് സാധിക്കും.